friends, once again welcome back to my channel. അപ്പോൾ ഇന്ന് പുതിയൊരു അറിവ് നിങ്ങളോട് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഫോൺ ലോക്ക് ചെയ്ത് ഉപയോഗിക്കുന്നവരാണ്. അതായത് നമ്മുടെ വാട്സപ്പ് ലോക്ക് ചെയ്യും, ഫേസ്ബുക്ക് ലോക്ക് ചെയ്യും, അതുപോലെ തന്നെ ഗാലറി എല്ലാം ലോക്ക് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരുടെയും കയ്യിൽ നമ്മൾ ഫോൺ കൊടുക്കുന്നതാണ്. സോ അതുകൊണ്ട് ഫോൺ നമ്മുടെ ഗാലറിയിലുള്ളത് വാട്സപ്പിലൊക്കെ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് തന്നെ അറിയില്ല. സോ ആരും കാണാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഇതെല്ലാം ലോക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ മറ്റൊരാളുടെ ഫോൺ കൊടുക്കുന്നത്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പല ടൈപ്പ് ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യും. സോ ഞാനിന്ന് ഇതിൻ്റെ ഒരു പോരായ്മയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിത് നല്ല രീതിക്ക് അല്ലെങ്കിൽ തെറ്റുണ്ട് നിങ്ങൾ ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് കാണിച്ചു തരുന്നത്. അല്ലാതെ ഒരിക്കലും മറ്റൊരാളുടെ സാധനം ഹാക്ക് ചെയ്യാനായിട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ അങ്ങനെ എടുക്കരുത് നിങ്ങൾ. സോ നമ്മൾ പലരും പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും നമ്മുടെ ഫോണിൽ വാട്സപ്പും ഗാലറിയും ഫേസ്ബുക്കും എല്ലാം ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, മറ്റു കൂട്ടുകാർ ഉപയോഗിക്കാതിരിക്കാനും അല്ലെങ്കിൽ കാണാതിരിക്കാനും വേണ്ടിയിട്ട്. സോ നമുക്കിന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്പ് ലോക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾക്കിത് ഏത് ആപ്ലിക്കേഷനിലും അല്ലെങ്കിൽ ഏത് ലോക്ക് ആപ്ലിക്കേഷനിലും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ഇതെല്ലാ ആപ്ലിക്കേഷനും കംപ്ലൈൻ്റ് ആണ്. സോ ഞാൻ ആപ്പ് ലോക്ക് ഓപ്പൺ ചെയ്തു. എനിക്കിതിൽ ലോക്ക് ചെയ്തേണ്ടതായിട്ടുള്ളത് എൻ്റെ ഗാലറി ലോക്ക് ചെയ്യണം, ആരും കാണാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ഇനി എനിക്ക് വാട്സപ്പിന് ആരും കാണരുത്. സോ അതുകൊണ്ട് വാട്സപ്പും എനിക്ക് ലോക്ക് ചെയ്ത് വെക്കണം. സോ ഞാൻ വാട്സപ്പ് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് വാട്സപ്പിലേക്ക് പോവുകയാണ്. വാട്സപ്പ് ഞാൻ ലോക്ക് ചെയ്യാൻ പോകണം. വാട്സപ്പും ലോക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, രണ്ടും ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്കിത് രണ്ടും എടുത്ത് നോക്കാം. ഞാൻ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. പാസ്വേഡ് കാണിച്ചു. സോ ഇനി എനിക്ക് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗാലറി ലോക്ക്ഡാണ്. സോ രണ്ടും ഇനി പാസ്വേഡ് ഇട്ടാൽ മാത്രമാണ് ലോക്ക് കൊടുക്കുള്ളൂ. സോ നമുക്ക് വാട്സപ്പ് ഒന്ന് ലോക്ക് തുറന്ന് നോക്കാം. സോ വാട്സപ്പ് ഇപ്പോൾ തുറന്നു. സോ ഇനി വാട്സപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാട്സപ്പ് ലോക്ക്ഡാണ്. സോ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഗാലറി ഇതൊക്കെ മാത്രമാണ് ലോക്ക് ചെയ്ത് വെക്കാറായിട്ടുള്ളൂ. സോ ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ സുരക്ഷിതമാണ് എന്നോർത്ത് മറ്റു പലരുടെയും കയ്യിൽ നമ്മുടെ ഫോൺ കൊടുക്കുന്നു. എല്ലാം ബിക്കോസ് വാട്സപ്പ് എല്ലാം ലോക്ക്ഡാണ്, ആരും ഇനി ഒന്നും കാണില്ല എന്നോർത്ത് കൊടുക്കുന്നു. പക്ഷേ അപ്പോഴും വലിയൊരു ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. നമുക്ക് നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോക്ക് ഈസി ആയിട്ട് തുറക്കാം. സോ ഇത് പല കൂട്ടുകാർക്കും അറിയില്ല, എക്സ്പെഷ്യലി സ്ത്രീ ജനങ്ങൾക്ക് അറിയില്ല. ബിക്കോസ് അവർ പലപ്പോഴും വാട്സപ്പ് ലോക്ക്ഡാണ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലോക്ക്ഡാണ്, ഗാലറി ലോക്ക്ഡാണെന്നും പറഞ്ഞ് ചിലപ്പോൾ ഫോണൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൊടുക്കും. ഫോൺ വിളിക്കാനും കൊടുക്കുന്ന ആളും കൊടുക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ സെറ്റിങ്സിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ ഈ ലോക്ക് തുറക്കാവുന്നതാണ്. സോ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഏത് ഫോണാണെങ്കിലും അതിൻ്റെ സെറ്റിങ്സിൽ പോകാം. സോ നമുക്ക് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഏത് ലോക്കറാണോ ലോക്ക് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഏത് ലോക്കറും ആവട്ടെ, ഞാനിപ്പോൾ എൻ്റെ ആപ്പ് ലോക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചിരുന്നത്. സോ അതിൽ പോവുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും മുകളിലായിട്ട് ഫോഴ്സ് ടു സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. ഞാനത് കൊടുത്തു. ഓക്കെ, ഞാൻ ഫോഴ്സ് ടു സ്റ്റോപ്പ് കൊടുത്തു. ഇതിന് ശേഷം ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. സോ വാട്സപ്പ് ഒരു പാസ്വേഡിൻ്റെ ആവശ്യമില്ലാതെ തുറന്നു. സോ അതുപോലെ തന്നെയാണ് ഏത് ആപ്ലിക്കേഷനും ഇങ്ങനെ ഒരു വിഷയമുണ്ട്. സോ നമ്മൾ അതുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സോ നമ്മൾ ആപ്പ് ലോക്ക് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ഇതിനെ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ സേഫ് ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഗാലറിയും വാട്സപ്പും ഫേസ്ബുക്കും ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ സെറ്റിങ്സും ലോക്ക് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ സെറ്റിങ്സ് ലോക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഫോൺ ഒരു പരിധി വരെ സുരക്ഷിതമായിരിക്കും. സോ നമ്മളറിയാത്തൊരു അല്ലെങ്കിൽ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പലരും നമ്മുടെ വാട്സപ്പും മെയിലെല്ലാം നമ്മുടെ അനുവാദം കൂടാതെ സിമ്പിളായിട്ട് ഹാക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അതിനുവേണ്ടി അത് നമ്മൾ ഒന്നുകൂടി എന്താ പറയുക ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ആർക്കും തുറക്കാൻ പറ്റില്ലെന്നല്ല ഞാൻ പറയുന്നത്, എന്നിരുന്നാലും ഈസി ആയിട്ട് തുറക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, വളരെ സിമ്പിളായിട്ട് ആരുടെയും ഫോൺ തുറക്കാം. സോ നമ്മുടെ ലോക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് കൂടി ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റു പലരുടെയും കയ്യിൽ ഫോൺ കൊടുത്തു കഴിയുമ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ അവർക്ക് ഹാക്ക് ചെയ്യാനുള്ള എന്താ പറയുക എളുപ്പമായിരിക്കും. സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതൊരിക്കലും ഹാക്ക് ചെയ്യാൻ വേണ്ടിയൊന്നും കാണിച്ചു തരുന്നില്ല, ആരും ഹാക്ക് ചെയ്യാനൊന്നും ട്രൈ ചെയ്യരുത്. നിങ്ങളുടെ ലോക്ക് ചെയ്ത് വെച്ച് ഒന്നുകൂടി സുരക്ഷിതമാക്കുക എന്നാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഹാക്ക് ചെയ്യാൻ ഇടയുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾ ശ്രദ്ധിക്കുക. വാട്സപ്പിലും ഗാലറിയിലൊക്കെ അവരുടെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റു പലരും എടുക്കാതിരിക്കാൻ ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് കൂടി ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എന്ന് വെച്ചാൽ പലർക്കും ഇത് അറിയില്ല. സോ പലർക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് വരും.